ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇസ്രായേലിനെ കുറിച്ച് അല്പം കൂടെ. ഇസ്രായേൽ മശിഹായെ നോക്കുവോ? അംഗീകരിക്കുവോ? കുറ്റം സമ്മതിക്കുവോ? പാപമേറ്റു പറയുവോ? ക്രൂശിച്ചത് അവരാണെന്ന് അവർ സമ്മതിക്കുവോ? സമ്മതിക്കും, സമ്മതിപ്പിക്കും. ആര്? സൃഷ്ടാവായ ദൈവം. ഇപ്പം ഇതൊന്നും പറഞ്ഞാൽ പലരും സമ്മതിക്കത്തില്ല. പക്ഷെ നിങ്ങൾ സമ്മതിച്ചേ പറ്റും. കഴിഞ്ഞകാല പ്രവചന നിറവേറലുകളുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് പറയുന്നു ഇത് സംഭവിക്കും. അതിനാണ് ഇപ്പോൾ ഇറാനും അമേരിക്കയും എല്ലാം ഈ പരിപാടികൾ ഒപ്പിച്ചുകൊണ്ട് വരുന്നത്. ഈ ആയുധം മുഴുവൻ ഉണ്ടാക്കി കൂട്ടിയത്. ഞാൻ ഏതോ യൂട്യൂബേഴ്സ് പറയുന്ന കേട്ടത് ഇങ്ങനെയാണ്: ഇറാൻ ഇസ്രായേലിനിട്ട് തൊടുത്തുവിട്ട മിസൈലിൻ്റെ ചെലവ് ഒരു മിസൈലിൻ്റെ ചെലവ് 1 കോടിയാണെങ്കിൽ അതിനെ തടയാൻ ഇസ്രയേൽ തിരിച്ചടിച്ചത് 6 കോടിയുടെ സാധനം. ഒരു കണക്കായതിൻ്റെ, കറക്റ്റല്ല ഞാനീ പറയുന്നത്. അപ്പം പടക്കം വെച്ച് ഇങ്ങോട്ട് എറിയുമ്പോൾ ബോംബ് വെച്ച് അങ്ങോട്ട് എറിയുക. അപ്പം ചിലവാർക്കാണ് കൂടുതൽ? ഇസ്രയേലിനെ ചിലവ് കൂടുതൽ. ഇസ്രയേലിൻ്റെ ക്വാളിറ്റി കൂടിയ സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുക, മേടിച്ചു വെച്ചിരിക്കുകയായിരിക്കും അമേരിക്കയിൽ നിന്ന്. അപ്പം മറ്റവർ വെറും ഒച്ച കേൾപ്പിക്കുകയാണ്, അധികം പരിക്ക് വരത്തില്ല. അവിടെ ഇല്ല, സാധനമില്ല. ഇവൻ്റെ ഈ സാധനമുണ്ട്, പക്ഷെ വില കൂടിയതാണ്. തന്നെയല്ല ഇവൻ അങ്ങനെ ഈ പന്ന പരിപാടി ചെയ്യത്തില്ലെന്നൊക്കെ പറയുന്നത് കേട്ടോ. ഞാൻ ബൈബിളിനെ വെളിച്ചത്തിൽ പറയുന്നത് സത്യമാണ്. അപ്പോൾ 1,00,000 രൂപയുടെ സാധനം വെച്ച് ഇങ്ങോട്ട് എറിയുമ്പം 1 കോടി രൂപയുടെ സാധനം വെച്ച് അതിനെ തടഞ്ഞാൽ ഇവൻ്റെ പൈസ മുഴുവൻ തീരും, മറ്റവരുടെ അധികം തീരത്തില്ല. ഇനി ഒന്ന്, ഇവൻ ഒരാളടിക്കുമ്പം അവനിട്ട് ഇങ്ങോട്ടടിക്കുന്നത് 12 പേരാണെങ്കിലോ, 12 രാജ്യങ്ങളാണെങ്കിലോ ഇവൻ്റെ കയ്യിലുള്ള ആയുധം തീരാതിരിക്കുമോ? അപ്പം ദൈവം ഇവൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഇവരിങ്ങനെ പിടിച്ച് നിൽക്കും. ചില സംശയങ്ങളൊക്കെ നമുക്ക് വരും, ദൈവം ഇങ്ങനെ അനീതിക്ക് കൂട്ടു നിൽക്കുമോ? അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങളൊന്ന് ബൈബിൾ ക്ലാസ്സുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാലേ പറ്റുള്ളൂ. സമയമില്ലേ പിന്നെ നിവൃത്തിയില്ല. ഞാനൊരു വാക്യം വായിച്ച് കേൾപ്പിക്കട്ടെ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യം. ആമേൻ. ഇതാ യേശുക്രിസ്തു മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണും കർത്താവിനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഉവ്വ്, ആമേൻ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ യോഹന്നാൻ കണ്ട വെളിപ്പാട് വിവരിക്കുകയാണ്. യേശുക്രിസ്തു സംസാരിക്കുകയാണ്. എന്താ സംസാരിക്കുന്നേ? ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. മേഘത്തിലൂടെ ആരൂഢനായി വരുന്നു. ആ വരവിൽ ഏത് കണ്ണും അവനെ കാണും. അങ്ങനെ പറയാൻ കാര്യം എന്താണെന്നറിയോ? ഒരു രഹസ്യ വരവുണ്ട്. ഏത് കണ്ണും കാണുമെന്ന് പറഞ്ഞാൽ അങ്ങനെ വരാൻ പറ്റും. യേശുക്രിസ്തുവിന് പറ്റും. അങ്ങനെ വരുമ്പോൾ അവനെ കുത്തിത്തുളച്ചവരും എന്ന് പറഞ്ഞ യഹൂദന്മാരും അവനെ കാണും. അവർ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് നോക്കുമെന്ന പ്രവചനം നിറവേറും. അപ്പൊ വെളിപ്പാട് പുസ്തകം എഴുതുന്ന AD 90-ലും ഇത് നടന്നിട്ടില്ല. പിന്നെ BC 500-ലും ഇത് നടന്നിട്ടില്ല. ഇന്നേക്ക് 2500 കൊല്ലം മുമ്പ് നടന്നിട്ടില്ല. ഇപ്പോഴും നടന്നിട്ടില്ല. ഇനി എപ്പോൾ നടക്കും? ഇന്നോ നാളെയോ നടക്കാം. അതാണിപ്പോൾ കുറേ നാളായിട്ട് ഇസ്രായേലിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അവസാനിക്കത്തില്ല. പുകഞ്ഞ് ഞങ്ങൾ ഈ പറഞ്ഞ സംഭവത്തിലേക്ക് വരും. ഏത്? അവൻ. ആര്? യേശുക്രിസ്തു.
പോയതുപോലെ വരും. പോയതെങ്ങനെയാ? അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം നോക്കുമ്പോൾ അവൻ മേഘത്തിലേക്ക് എടുക്കപ്പെട്ടു. അവൻ മേഘത്തിലൂടെ വരും. ആ വരവ് ഇസ്രയേലിന് വേണ്ടിയായിരിക്കും. അതിനു മുമ്പ് യേശുക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ, അവൻ്റെ മുറിവിലേക്ക് നോക്കുവാൻ ഞങ്ങൾ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.